എൻസൈക്ലോപിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന വൈദ്യുതി ബില്ല് കണ്ടാലും ഞെട്ടരുത്. മുൻകൂട്ടി പറയുകയാണ്, ഇത് 2000 ആവാം, ചിലപ്പോൾ 5000 ആവാം. നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വളരെ കൂടിയ നിരക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി പറയുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ വൈദ്യുതി ബില്ലിംഗ് രീതിയെല്ലാം നിങ്ങൾ അറിഞ്ഞ് ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലമായതിനാൽ വീടുകളിലെല്ലാം തന്നെ ഫാനുകൾ നിർത്താതെ ഉപയോഗിക്കുകയാണ്. എ സികളുടെയും കൂളറുകളുടെയും ഒക്കെ തന്നെ ഉപയോഗം വലിയ തോതിൽ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. പകലെന്നില്ല രാത്രിയെന്നില്ല മുഴുവൻ സമയം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇവയുടെ അധിക ഉപയോഗത്താൽ വൈദ്യുതി ബില്ലിൽ വലിയ വർധനവ് വരുമോ എന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. എന്നാൽ അധികം ഉപയോഗം മാത്രമല്ല, ദിവസത്തെ ഇപ്പോൾ 3 സമയക്രമമായി തിരിച്ച് ഓരോ സമയത്തെയും വൈദ്യുതി ഉപയോഗത്തിന് വ്യത്യസ്ത രീതിയിലുള്ള ചാർജുകളാണ് ഈടാക്കുന്നത്. പുതിയ ഈ ബില്ലിംഗ് രീതിയുടെ KSEB 2025 ജനുവരി 1 മുതൽ നടപ്പിലാക്കി വരികയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടും അറിയാത്തവരെ സംബന്ധിച്ച് അവർക്ക് ബില്ല് വരുമ്പോൾ വലിയൊരു തുകയായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. 2024 ഡിസംബർ 5-ാം തീയതി പുറത്തിറങ്ങിയ ഓർഡർ അനുസരിച്ച് ഒരു മാസം 250 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ടൈം ഓഫ് ദ ഡേ മീറ്റർ അഥവാ TOD മീറ്റർ വയ്ക്കണമെന്ന് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ച് മിക്ക വീടുകളിലും TOD മീറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ മീറ്ററിൽ ഒരു ദിവസത്തെ വൈദ്യുതി ഉപയോഗം 3 സോണായി തിരിച്ച് വ്യത്യസ്തമായിട്ടുള്ള താരിഫ് തുകയാണ് കണക്കാക്കുന്നത്. വൈദ്യുതി ബില്ലായിട്ട് നിലവിൽ ഈ കണക്ക് പ്രകാരമായിരിക്കും നമുക്ക് തുക ലഭിക്കുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയം ഓഫ് ദ പീക്ക് അവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു സമയമാണ് സോൺ 1-ൽ വരുന്നത്. ഈ സമയങ്ങളിലെ വൈദ്യുതി ഉപയോഗത്തിന് സാധാരണ നിരക്കിനേക്കാൾ 10% കുറവാണ് ചാർജ് ഈടാക്കുന്നത്. ഇതിന്റെ കാരണം രാജ്യത്ത് ഇപ്പോൾ ധാരാളം സോളാർ വൈദ്യുതി പകൽ സമയത്ത് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഉപയോഗം രാത്രിയേക്കാൾ കുറവായതിനാൽ വൈദ്യുതിയുടെ ലഭ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ KSEBക്ക് ലഭിക്കുന്ന വില കുറവുമാണ്. അതിനാൽ തന്നെ സാധാരണ താരിഫിനേക്കാൾ 10% കുറവായിരിക്കും. TOD മീറ്റർ അനുസരിച്ച് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയം നമുക്ക് വൈദ്യുതി ഉപയോഗത്തിന് ഉചിതമാണ്. ഇനി നമ്മൾ സോൺ 2 പരിശോധിക്കുമ്പോൾ പീക്ക് അവേഴ്സ് ആയിട്ടുള്ള വൈകിട്ട് 6 മുതൽ 10 വരെയുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി സാധാരണ താരിഫിനേക്കാൾ 25% നിരക്ക് കൂടുതലാണ്. ഇനി രാത്രി 10 മുതലുള്ള അല്ലെങ്കിൽ രാവിലെ 6 വരെയുള്ള ആ സമയം കണക്കാക്കുന്നത് നൈറ്റ് അവേഴ്സ് എന്നാണ്. ഇത് സോൺ 3 ആണ്. ഈ സമയത്തെ ഉപയോഗത്തിന് നമുക്ക് സ്റ്റാൻഡേർഡ് നിരക്കാണ് കണക്കാക്കുന്നത്. അതായത് വൈദ്യുതി താരിഫിൽ നിന്ന് കുറവോ കൂടുതലോ ഈ സമയത്ത് ഉപയോഗിക്കുന്നതിന് ഉണ്ടായിരിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ അയൺ ബോക്സ്, വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നവർ നമ്മൾ 2-ാമത്തെ സോണിൽ വരുന്ന വൈകിട്ട് 6 മുതൽ 10 വരെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. പ്രധാനമായിട്ടും നമുക്ക് 35%-ലധികം തുകയായിരിക്കും നമുക്ക് ബില്ലായിട്ട് വരുന്നത്. അതിനാൽ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ വൈദ്യുതി ഉപയോഗം പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി TOD മീറ്റർ ഇല്ലാതെ 250 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവരും ഈ KSEBയുമായി ബന്ധപ്പെടുത്തിയുള്ള ബില്ലിംഗ് പ്രത്യേകതകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മാസത്തിലെ ഉപയോഗം 50 യൂണിറ്റിൽ താഴെയാണെങ്കിൽ താരിഫിന് നമ്മൾ നൽകേണ്ടി വരുന്നത് 3 രൂപ 30 പൈസയാണ്. അതോടൊപ്പം തന്നെ 51 മുതൽ 100 യൂണിറ്റ് വരെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4 രൂപ 15 പൈസയാണ് നമ്മളിവിടെ നൽകേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ 101 മുതൽ 150 വരെയുള്ള യൂണിറ്റ് നിരക്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്കിവിടെ 5 രൂപ 25 പൈസയും 151 മുതൽ 200 യൂണിറ്റ് വരെയുള്ളതാണ് നമ്മുടെ ഉപഭോഗമെങ്കിൽ 7 രൂപ 10 പൈസയും 201 മുതൽ 250 വരെയുള്ള യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 8 രൂപ 35 പൈസയുമാണ് നമുക്കിവിടെ ചാർജായിട്ട് ഈടാക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ഉപഭോഗം അനുസരിച്ച് ബിൽ ചാർജ് കൂടി വരുന്നതാണ്. എന്നാൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ ഉപഭോഗം 250 യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആദ്യത്തെ യൂണിറ്റ് മുതൽ ഫ്ലാറ്റ് നിരക്കിലായിരിക്കും താരിഫ് നൽകേണ്ടി വരുന്നത്. 251 മുതൽ 300 വരെ 6 രൂപ 55 പൈസയും അതോടൊപ്പം തന്നെ ആദ്യ യൂണിറ്റ് മുതൽ നമ്മളിവിടെ നൽകേണ്ടി വരും. 400 യൂണിറ്റ് ആണെങ്കിൽ ആദ്യത്തെ യൂണിറ്റ് മുതൽ നമ്മൾ 7 രൂപ 75 പൈസ നിരക്കിൽ നൽകേണ്ടി വരും. അതുപോലെ തന്നെ 500-ന് മുകളിലാണെങ്കിൽ നമ്മളിവിടെ 8 രൂപ 5 പൈസ നിരക്കിൽ ഫ്ലാറ്റ് നിരക്കിലും ഇവിടെ നമ്മൾ നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ വൈദ്യുതി ഉപയോഗിക്കേണ്ടത്.
അതിനാൽ ഈ ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗിക്കുമ്പോഴും വൈദ്യുതി ബില്ലിങ്ങുമായി ബന്ധപ്പെടുത്തിയുള്ള രീതികളെല്ലാം ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി വൈദ്യുതി ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.